അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചതാണ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ചതാണ്. ഞാൻ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിന്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെന്റ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളും ഒപ്പുവെച്ചു. അവരെന്താ പറഞ്ഞിരുന്നത്? അവർ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എൻ്റെ മറുപടി കേട്ടു നോക്ക്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് അന്ന് ഒപ്പുവെച്ചത്, ആരോടും പറയാതെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു, ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പം 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GSTയുടെ പകുതി, ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്, അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ.